ഓം ശ്രീ രാമചന്ദ്രായ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വിച്ഛിന്നാഭിഷേകം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സ്വാഗതം. രാമൻ്റെ പട്ടാഭിഷേകം നടത്താതിരിക്കാൻ കൈകേയി ചെയ്ത കാര്യം പറഞ്ഞല്ലോ. ഇനി അഭിഷേക വിഘ്നത്തിൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. രാവിലെ സൂര്യൻ ഉദിച്ചു. മഹാരാജാവ് ഉറക്കമുണരാഞ്ഞതുകൊണ്ട് മന്ത്രിയായ സുമന്ത്രർ വേഗത്തിൽ അന്തഃപുരത്തിലെത്തി. എന്തെന്നാൽ അന്ന് പട്ടാഭിഷേകം നിശ്ചയിച്ചിരിക്കുകയാണല്ലോ. അന്തഃപുരത്തിൽ ദുഃഖിച്ച് കണ്ണീരൊഴുക്കി നിലത്ത് കിടക്കുന്ന മഹാരാജാവിനെയാണ് സുമന്ത്രർ കണ്ടത്. എന്താണ് രാജാവ് ഇങ്ങനെ കിടക്കാൻ കാരണമെന്ന് ദുഃഖത്തോടെ സുമന്ത്രർ അന്വേഷിച്ചു. രാമനെ കാണാനുള്ള ദുഃഖമാണെന്ന് ദുഷ്ടയായി കൈകേയി പറഞ്ഞു. എനിക്ക് എൻ്റെ കുമാരനെ ഉടനെ കാണണമെന്നും കൂട്ടിക്കൊണ്ടുവരാനും സുമന്ത്രരോട് രാജാവ് പറഞ്ഞു. സുമന്ത്രർ ഓടിച്ചെന്ന് രാമകുമാരനെ വിവരം അറിയിച്ചു. ഉടൻ തന്നെ ലക്ഷ്മണനോടുകൂടി രാമൻ അച്ഛൻ കിടക്കുന്ന കൊട്ടാരത്തിലെത്തി കാൽക്കൽ വീണ് നമസ്കരിച്ചു. രാജാവ് മകനെ ആലിംഗനം ചെയ്യാൻ കൈകൾ നീട്ടിയപ്പോൾ മോഹാലസ്യപ്പെട്ട് വീണു. രാമ രാമ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. രാജാവിനെ എടുത്ത് മടിയിൽ കിടത്തി. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന സ്ത്രീകളെല്ലാം വാവിട്ട് കരഞ്ഞു തുടങ്ങി. കരച്ചിൽ കേട്ട് വസിഷ്ഠ മഹർഷി കൊട്ടാരത്തിലെത്തി. പിതാവിൻ്റെ ദുഃഖത്തിന് കാരണമെന്തെന്ന് രാമൻ കൈകേയിയോട് ചോദിച്ചു. എല്ലാ ദുഃഖത്തിനും കാരണം നീ തന്നെയാണെന്നും നീ വിചാരിച്ചാൽ ദുഃഖം മാറ്റാൻ കഴിയുമെന്നും കൈകേയി പറഞ്ഞു. പിതാവിൻ്റെ സത്യപ്രതിജ്ഞ നീ നിറവേറ്റണം. എനിക്ക് 2 വരങ്ങൾ പണ്ട് രാജാവ് തന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ആവശ്യപ്പെട്ടു. ഈ വിവരം നിന്നോട് പറയാനുള്ള വിഷമം കൊണ്ടാണ് അദ്ദേഹം ദുഃഖിക്കുന്നത്. പിതാവിനെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ. നാമമായുള്ള നരകത്തിൽ നിന്ന് താതനെ ത്രാണനം ചെയ്യുന്നവരെയാണ് പുത്രൻ എന്ന് വിളിക്കുന്നത് എന്നും കൈകേയി പറഞ്ഞു. കൈകേയിയുടെ വാക്കുകൾ കേട്ട ശ്രീരാമൻ ദുഃഖത്തോടെ കാര്യം അന്വേഷിച്ചു. അച്ഛനു വേണ്ടി എൻ്റെ ജീവനെയും മാതാവിനെയും സീതയെപ്പോലും ഞാൻ ഉപേക്ഷിക്കും. അച്ഛൻ പറഞ്ഞ രാജ്യവും ലക്ഷ്മണനെയും ഉപേക്ഷിക്കും. തീയിൽ ചാടണമെങ്കിലും വിഷം കുടിക്കണമെങ്കിലും അച്ഛൻ ആജ്ഞാപിച്ചാൽ ഞാൻ അതും ചെയ്യും. അച്ഛൻ കാര്യങ്ങൾ പറയാതെ തന്നെ ചെയ്യുന്ന മകൻ ഉത്തമനും പറഞ്ഞ് ചെയ്യുന്നവൻ മധ്യമനും പറഞ്ഞാലും ചെയ്യാത്തവൻ അച്ഛൻ്റെ മലമാണെന്നുമാണ് സജ്ജനങ്ങൾ പറയുന്നത്. അച്ഛൻ്റെ ഏത് കൽപ്പനയും അനുസരിക്കാൻ എനിക്ക് ദുഃഖമില്ല എന്ന് ഞാൻ സത്യം ചെയ്യുന്നു എന്ന് ശ്രീരാമൻ പറഞ്ഞു. രാമൻ്റെ പ്രതിജ്ഞ കേട്ടപ്പോൾ കൈകേയി കാര്യം പറഞ്ഞു. ആദ്യത്തെ വരം ഭരതനെ രാജാവാക്കണം. രണ്ടാമത്തേത് 14 വർഷം നീ താമസ വേഷത്തോടുകൂടി വനത്തിൽ താമസിക്കണം. ഇത് നിന്നോട് പറയാൻ മടിയാണ്. അതുകൊണ്ടാണ് രാജാവ് ദുഃഖിക്കുന്നത്. ഇതിന് അച്ഛൻ ദുഃഖിക്കേണ്ട കാര്യമില്ലെന്നും ഭരതന് രാജ്യാഭിഷേകം ഉടൻ നടത്തണമെന്നും ഞാൻ ഇന്ന് തന്നെ വനവാസത്തിന് പോവുകയാണെന്നും രാമൻ പറഞ്ഞു. അച്ഛൻ ദുഃഖിക്കേണ്ട കാര്യമില്ല. രാജ്യത്തെ രക്ഷിക്കാൻ ഭരതനും രാജ്യത്തെ ഉപേക്ഷിക്കാൻ എനിക്കും കഴിയും. രാജ്യം ഭരിക്കുന്നതാണ് പ്രയാസമെന്ന് ശ്രീരാമൻ പറഞ്ഞു. ഇപ്രകാരമുള്ള രാമൻ്റെ വാക്കുകൾ കേട്ട് ദുഃഖത്തോടെ രാജാവ്, സ്ത്രീജിതനായ എന്നെ കിട്ടിയിട്ട് നീ രാജാവാകണമെന്നും നിനക്കൊരു ദോഷവും വരുത്തില്ല എന്നും പറഞ്ഞു. പിന്നെയും രാമ, പ്രാണവല്ലഭ, ജഗന്നാഥ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. നിന്നെ പിരിഞ്ഞ് എനിക്ക് ഒരു നേരം പോലും കഴിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. രാമൻ അച്ഛൻ ദുഃഖിക്കരുതെന്നും ഞാൻ സത്യത്തെ രക്ഷിക്കാൻ കാട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞു. കേകയ രാജ്യത്ത് നിന്ന് ഭരതനെ വേഗം വരുത്തണമെന്നും അമ്മയായ കൗസല്യയെ വന്ദിക്കുകയും സീതയോട് പറയുകയും ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് രാമൻ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ കൗസല്യ മകൻ്റെ ഐശ്വര്യത്തിനു വേണ്ടി ഹോമപൂജാദികൾ നടത്തുകയായിരുന്നു. കൗസല്യ തൊഴുതുകൊണ്ട് നിന്ന മകനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തിട്ട് മകനെ നോക്കിയിട്ട്, നിന്റെ മുഖം വാടാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു. നിനക്ക് വിശക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഇത് കേട്ട ശ്രീരാമൻ ദുഃഖമെല്ലാം അടക്കിക്കൊണ്ട് ഇപ്പോൾ ആഹാരം കഴിക്കാൻ സമയമില്ലെന്നും വേഗം വനവാസത്തിന് പോകണമെന്നും പറഞ്ഞു. എന്നിട്ട് വരത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട് ദുഃഖിച്ച കൗസല്യയെ സമാധാനിപ്പിച്ചെങ്കിലും ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. അച്ഛൻ്റെ സത്യപ്രതിജ്ഞ നിറവേറ്റാനാണ് ഞാൻ പോകുന്നത്. ഭരതൻ നാട് വാഴണമെങ്കിൽ നീ കാട്ടിൽ പോകണമെന്നുണ്ടോ? ഈ വലിയ ശിക്ഷ നൽകാൻ നീ കൈകേയിയോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് കൗസല്യ ചോദിച്ചു. ഇത് കേട്ട ദേഷ്യം വന്ന ലക്ഷ്മണൻ കോപത്തോടെ ശ്രീരാമനോട് അച്ഛനെ പിടിച്ച് കെട്ടിയിട്ട് ഞാൻ ചേട്ടൻ്റെ അഭിഷേകം നടത്തുമെന്ന് പറഞ്ഞു. കാര്യമല്ലാത്തത് ചെയ്താൽ ആചാര്യനായാലും ശാസിക്കേണ്ടതായി വരുമെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. ശ്രീരാമൻ ലക്ഷ്മണൻ്റെ കോപം ശമിപ്പിക്കാൻ ശ്രമിച്ചു.
കുഞ്ഞുങ്ങളെ, കൈകേയിയുടെ ദുഷ്ടചിന്ത കൊണ്ട് രാമൻ്റെ അഭിഷേകം മുടങ്ങിയതും ദശരഥൻ്റെയും കൗസല്യയുടെയും ദുഃഖമെല്ലാം കേട്ടല്ലോ. അതുപോലെ അച്ഛൻ്റെ സത്യപ്രതിജ്ഞ നടപ്പാക്കാൻ വേണ്ടി കാനനത്തിലേക്ക് പോകുന്നത് കണ്ടോ. എന്ത് ദുഃഖം സഹിച്ചാലും അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുക എന്നതാണ് ഒരു പുത്രൻ്റെ ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഹരി ഓം തത് സത്.